ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മുടെ നാട്ടിൽ യുവാക്കളെ, അതായത് ഏകദേശം ഒരു 30 അല്ലെങ്കിൽ ഒരു 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ പോലും ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദ്രോഗം ഉണ്ടാകുന്നതിൻ്റെ സാധ്യത വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ വാർത്തകളിലായാലും നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെയുള്ള ആളുകളുടെയൊക്കെ പലപ്പോഴും ന്യൂസുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, പലപ്പോഴും ഈ മരണപ്പെടുന്ന ഹൃദയാഘാതം മൂലം രാത്രിയിൽ ഉറങ്ങിക്കിടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഹൃദയാഘാതം മൂലം രാവിലെ മരണപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകളായിരിക്കും നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്നത് പോലും. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും ഹൃദയാഘാതം ഉണ്ടാവേണ്ട കാരണം? പലപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ മരണപ്പെടുന്ന ആളുകളിൽ ആരും അമിതമായിട്ട് വണ്ണം വെച്ചിട്ടിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഭയങ്കരമായിട്ട് കൊളസ്ട്രോൾ കൂടിയിരുന്നു, അല്ലെങ്കിൽ അവരുടെ ട്രൈഗ്ലിസറൈഡോ HDL LDL ലെവലൊക്കെ നോക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് ഒന്നും കണ്ടിട്ടില്ല. അവർക്കല്ലേ ഷുഗറോ മറ്റു രീതിയിലുള്ള രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസുകളോ ഒന്നും പിടിപെട്ടിട്ടില്ലാത്ത ആളുകളിൽ ഇന്ന് ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ വർദ്ധിപ്പിക്കുന്നു, അതുപോലെ തന്നെ മരണപ്പെടുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് പറയുന്നത്. കാരണം ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും നിങ്ങളുടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു പക്ഷേ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവല് വളരെ നോർമലായിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഹൃദ്രോഗ സാധ്യത ഇന്ന് ഒരുപാട് പേരിലും കൂടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യതയുണ്ടോയെന്ന് ചിലപ്പോൾ നമുക്ക് പോലും തോന്നിപ്പോവും. സാധാരണ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് പോലും ഈ ഒരു രീതിയിലേക്കുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു 15 വർഷം മുമ്പ് ഒരാൾക്ക് ഹൃദയാഘാതം അല്ലെ ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അയ്യോ അങ്ങനെ സംഭവിച്ചോ എന്ന് പറഞ്ഞ് എക്സൈറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇന്ന് നമ്മൾ മാറിയിരിക്കുന്നത് എങ്ങനെയാണ്? ഒരാൾ പറയുകയാണ് നമുക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. ആണോ, എന്ന് കഴിഞ്ഞ് എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന, വളരെ ലാഘവത്തോടെ ചോദിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറി. നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ള ഏകദേശം ഒരു 25 കുടുംബങ്ങളെ നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ അതിൽ ഏകദേശം 15 പേർക്കെങ്കിലും ഹൃദ്രോഗമോ അല്ലെങ്കിൽ അത് വരാൻ കാരണമാകുന്ന രീതിയിലുള്ള കൊളസ്ട്രോളിൻ്റെയോ BP-യുടെയോ കൂടുതൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ നാട്ടിൽ ഹൃദ്രോഗത്തിൻ്റെ സാധ്യത വളരെയേറെ കൂടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടിയിരിക്കുന്ന വിഷയം ഹൃദ്രോഗത്തെയും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെയും പറ്റിയിട്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ ഇപ്പോൾ നമ്മളൊരു ബ്ലഡ് റിപ്പോർട്ട് കൊളസ്ട്രോളിൻ്റെ നിങ്ങൾ തന്നെ ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കയ്യിലെടുത്ത് വെച്ചോളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത് ആദ്യം ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് എഴുതും. അപ്പോൾ ചിലപ്പോൾ അതൊരു 200 അല്ലെങ്കിൽ ഒരു 230 അല്ലെങ്കിൽ ഒരു 180 ഇടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊരു ബോർഡർ ലൈനിലാണ് വന്നിട്ടുള്ളത് എന്ന്. അല്ലെങ്കിൽ 200 കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കൂടിയിട്ടുണ്ട്, ഹൈ റിസ്കിലേക്ക് പോയിട്ടില്ല എങ്കിലും 200-ന് മുകളിലാകുമ്പോൾ നമ്മൾ കൂടിയിട്ടുണ്ട് എന്നുള്ളൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു നോർമൽ റേഞ്ചിൽ നിൽക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ HDL, അതായത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം കുഴപ്പമില്ലാത്ത റേഞ്ചിൽ നിൽക്കുന്നു. എന്നാൽ നമ്മൾ നമ്മുടെ LDL-ൻ്റെ ലെവലിലേക്ക് ഒരു ശകലം കൂടിയിട്ടുണ്ട്, എന്നാൽ ഒരു ഭീകരമായ ലെവലിലേക്ക് കൂടിയിട്ടില്ല എന്നൊരവസ്ഥയിലേക്കായിരിക്കും ചിലപ്പോൾ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ നിൽക്കുന്നത്. എന്നാൽ നമ്മൾ ട്രൈഗ്ലിസറൈഡ് എടുത്ത് നോക്കുമ്പോൾ, അതായത് നല്ല കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളാണ് LDL എന്ന് പറയുന്നത്, HDL ആണ് നല്ല കൊളസ്ട്രോൾ. ഇനി ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുമ്പോൾ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ഇവ വരുമ്പോൾ ശരീരം ഈ പറയുന്ന രീതിയിൽ ട്രൈഗ്ലിസറൈഡായിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കുന്നതാണ്. അതായത് ഇതാണ് ഏറ്റവും ദോഷമുള്ളത്. അത് നോക്കുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ഉയർന്നിരിക്കും, ചിലരുടെ കാര്യത്തിൻ്റെ അകത്ത് ഇത് വളരെ നോർമലായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ഇപ്പം നമ്മുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ പറയുന്ന രീതിയിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് വരുന്ന പലരിലും നമ്മൾ നോക്കിയാൽ അവരുടെ റിപ്പോർട്ടും ഏകദേശം ഈ പറഞ്ഞ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ലിപ്പോപ്രോട്ടീൻ A എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഫാറ്റിനെയും അതുപോലെ തന്നെ കൊളസ്ട്രോളിനെയും ഇത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്ന ഈ പ്രോട്ടീൻസ് വളരെയേറെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ ലിപ്പോപ്രോട്ടീൻ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ പൊതുവേ ഈ ചെക്ക് ചെയ്ത് നോക്കുന്ന ലിപ്പിഡ് പ്രൊഫൈലിലോ അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോളിലോ ലിപ്പോപ്രോട്ടീൻ A ഒരു കാരണവശാലും ചെക്ക് ചെയ്യത്തില്ല. LPA എന്നാണ് നമ്മളിതിന് പറയുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും ചെക്ക് ചെയ്തിട്ടായിരിക്കത്തില്ല വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ LPA നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ക്രമാതീതമായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഇത്, അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ
കണ്ടാവുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. എല്ലാവരും ഇത് കേട്ട ഉടനെ ഓടിപ്പോയി അങ്ങ് ചെക്ക് ചെയ്യണം, LPA നോക്കണം അല്ലെങ്കിൽ ലിപ്പോപ്രോട്ടീനെ നോക്കണം എന്ന് ഒരു സ്ഥലത്തും പറയുന്നില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ ഒരു 30 അല്ലെങ്കിൽ 35 വയസ്സ് അല്ലെങ്കിൽ ഒരു 45 വയസ്സിന് ഇടയിലായിട്ട് ഹൃദയാഘാതം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ നമ്മുടെ ഏതെങ്കിലും ഒരു ബ്ലഡ് റിലേഷനിലുള്ള, അതായത് സഹോദരങ്ങൾക്കോ ആർക്കെങ്കിലും ഈ പറയുന്ന രീതിയിൽ ചെറിയ ഈ ഒരു മിഡിൽ ഏജ് സമയത്ത് തന്നെ നമുക്ക് ഈ ഹൃദ്രോഗം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഹൃദ്രോഗം വന്നിട്ടുണ്ട്, അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു ഫാമിലി ഹിസ്റ്ററി നമ്മുടെ വീട്ടിൽ കിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇത് വർഷത്തിലൊരിക്കലൊന്നും പോയി ചെക്ക് ചെയ്യണമെന്ന് ഉള്ളൊരു ടെസ്റ്റ് അല്ല, നമ്മൾ എപ്പോഴെങ്കിലും ഒരിക്കലൊന്ന് ചെയ്ത് നോക്കുക. ഇത് പിന്നീട് കൂടിപ്പോകുന്ന ഒന്നുമല്ല. അപ്പോൾ അവിടെ നമ്മൾ ഒരിക്കലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ LPAയുടെ ലെവൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഉറപ്പായിട്ട് നമ്മൾ ഈ LPA നോക്കുക. ഇനി നമ്മൾ റെഗുലറായിട്ട് ഹെൽത്തിൽ വളരെയേറെ കോൺഷ്യസ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കും. ഹൃദ്രോഗം വരാനുള്ള എനിക്ക് വരുമോ എന്ന് പേടിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ LPA ചെക്ക് ചെയ്ത് നോക്കിക്കോളും, വളരെ നല്ലതാണ്. അപ്പോൾ ഈ പറയുന്ന ലിപ്പോപ്രോട്ടീൻ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യകത എന്താണ് എന്ന് പലർക്കും തോന്നുന്നതല്ലേ. അതായത് ഈ പറയുന്ന ലിപ്പോപ്രോട്ടീനെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്ന ആർട്ടറികൾ അല്ലെങ്കിൽ ധമനികൾ എന്ന് പറയുന്ന ഈ രക്തക്കുഴലുകളുടെ ഉള്ളിലായിട്ട് കൂടുതലായിട്ടും ഈ പറയുന്ന കൊളസ്ട്രോളും ഫാറ്റും അടിയിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ വ്യാസം, അതായത് നമ്മളിതിൻ്റെ ഡയമീറ്റർ എടുക്കുമ്പോൾ ഇതിങ്ങനെ ചുരുങ്ങി വരും. അതായത് ഇവിടെ കൊളസ്ട്രോൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുന്ന രീതിയിലേക്ക് കൂടുതലായിട്ട് വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അതായത് എല്ലാവരിലും ഉണ്ടാവുമെന്നല്ല, LPA കൂടുതലുള്ള ആളുകളിൽ ഇത് നമുക്ക് ടോട്ടൽ അല്ലെങ്കിൽ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ധമനികളുടെ ഉൾവ്യാസം കുറഞ്ഞു വരികയും പിന്നീട് ഇത് നമുക്ക് ഹൃദ്രോഗവും ബ്ലോക്കും മുതലായിട്ടുള്ള, അതായത് അതിരോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയും പിന്നീട് ഇത് ബ്ലോക്കായിട്ടും ഹൃദ്രോഗമായിട്ട് നമുക്ക് വരാനുള്ള സാധ്യതയും വളരെയേറെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇനി LPA ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ നോർമൽ റേഞ്ച് നമുക്ക് മനസ്സിലാവുന്നത് എന്ന് നോക്കാം. അതായത് നമ്മൾ LPA ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത്, അതായത് ലിപ്പോപ്രോട്ടീൻ A ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കിത് ഏകദേശം 30-ന് താഴെയായിട്ടാണ് നിൽക്കുന്നത്. അതായത് 30-ന് താഴെയാണെങ്കിൽ ഇത് നോർമൽ റേഞ്ചിലാണ്, നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നവുമില്ല. ഇനി അടുത്ത കാലത്തൊന്നും നമ്മൾ ഈ പറയുന്ന LPA ചെക്ക് ചെയ്ത് നോക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതൊരു 30-നും 50-നും ഇടയിലാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന ഇത് കൂടി വരാൻ, അതായത് ബോർഡറിലേക്ക് നമ്മൾ അടുക്കുന്നു, അതായത് നമുക്ക് ഒരു ചെറിയൊരു സാധ്യത ഉണ്ട് എന്ന് കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല എന്നുള്ള ഒരു റേഞ്ചിലാണ് നമ്മൾ ഈ 30-നും 50-നും ഇടയിൽ. എന്നാൽ 50 mg/dl എന്നുള്ള ലെവലിലേക്കാണ് വന്നു, അതിന് മുകളിലേക്ക് 50-ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ റിസ്ക് ഫാക്ടർ ഉള്ള അല്ലെങ്കിൽ റിസ്ക് എലമെൻ്റ് ഉള്ള കാറ്റഗറിയിലാണ് നമ്മൾ വരുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിന് വേണ്ട മുൻകരുതലുകൾ ചെയ്യുകയും വേണം. അപ്പോൾ ചിലർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണോ? അതായത് ഈ LPA കുറച്ച് നിർത്താനായിട്ട് യാതൊരുവിധ ട്രീറ്റ്മെൻറ്റുകളും ഇന്ന് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അതായത് ഹൈ റിസ്ക് കാർഡിയോവാസ്കുലർ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് കാണിക്കുന്നതിനുള്ള ഒരു ഇൻഡിക്കേറ്റർ മാത്രമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന LPA കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ, സാധാരണ പറയുന്ന പോലെ BP അനിയന്ത്രിതമായിട്ട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, കൊളസ്ട്രോൾ ലെവൽ കൂടാതിരിക്കുക, നമ്മൾ കൂടുതലും ഫാറ്റ്, പ്രോട്ടീൻ മുതലായിട്ടുള്ള കണ്ടൻറ്റുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് പരമാവധി കുറയ്ക്കുക, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് നമ്മൾ അത്യാവശ്യം ഒന്ന് കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനോടൊപ്പം തന്നെ ഷുഗർ കൂടുതലായിട്ട് വരുന്ന ഒരു ലെവലിലേക്കുള്ള ആഹാരങ്ങൾ, അതായത് ഡയബറ്റീസ് കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക. ഷുഗർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം ചെയ്യുക. അമിതമായിട്ട് സ്ട്രെസ്സ്, അതായത് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ആൻസൈറ്റി മുതലായിട്ടുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. ദിവസവും 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ കൃത്യമായിട്ട് നടക്കാൻ പോവുക, എയറോബിക് എക്സർസൈസുകൾ ചെയ്യുക, സൈക്ലിങ്, നീന്തൽ തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ട്രെഡ്മില്ലിൽ ഓടുന്നത്, ഇല്ലെങ്കിൽ ജോഗിങ്ങിന് പോവുക മുതലായിട്ടുള്ള രീതിയിലുള്ള വ്യായാമങ്ങൾ നമ്മൾ കൊണ്ടുവരിക. ഇതിലൂടെ നമുക്ക് ഹൃദ്രോഗത്തിൻ്റെ സാധ്യത കുറച്ച് നിർത്താം എന്ന് മാത്രമാണ് പറ്റുന്നത്. LPA കുറച്ച് നിർത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ പറയുന്ന LPA ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഹൃദ്രോഗത്തിനുള്ള സാധ്യത ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള. അപ്പോൾ അതുകൊണ്ട് LPA
ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്തിരിക്കണം എന്ന് മാത്രമാണ്. വീട്ടിൽ ഹിസ്റ്ററി ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും LPA നോക്കുക. പിന്നെ 3 വർഷം 5 വർഷമൊക്കെ കഴിയുമ്പോൾ ഒരിക്കലും LPA നോക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ എപ്പോഴും LPA ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു മേഖലയായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞ കാര്യം. ഒരുപാട് പേരും ഇന്ന് ഹൃദ്രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയും ഹൃദ്രോഗം വരാനാണ് എനിക്ക് വരുമോ എന്ന് പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വളരെ സമാധാനത്തോടെ ഇരിക്കാനായിട്ട് പറ്റുന്ന ഒരു ടെസ്റ്റ് കൂടിയാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക. കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.